ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പുള്ളിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ലോങ് വീഡിയോ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പൊന്നുക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ ഡെക്കറേഷനൊക്കെ കണ്ടോ? നല്ല അടിപൊളിയായിട്ടല്ലേ എല്ലാം നടന്നത്. നിങ്ങൾ ആ ഷോർട്സിലെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡെക്കറേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഞാൻ ഈ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ഫുൾ ബർത്ത്ഡേ ഫങ്ഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെയായിരുന്നു കേട്ടോ. സെലിബ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇവരെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ, കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. വളരെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇവരെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ ഒരു 1.5 ദിവസം കൊണ്ടാണ് ഈ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു 6:30 ആയപ്പോഴത്തേക്കും, ഫംഗ്ഷൻ്റെ തലേന്ന് ഒരു 6:30 ആയപ്പോഴത്തേക്കും ഇവർ വന്നിട്ട് ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് ലൈറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർനൂൺ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബലൂണൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ ആഫ്റ്റർനൂൺ ടൈമിലായിരുന്നു, അല്ലെങ്കിൽ ബലൂണൊക്കെ പൊട്ടിപ്പോകുമല്ലോ. എല്ലാം ടൈമിൽ എല്ലാം വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ സ്റ്റുഡിയോ എടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പഴയ ടീമിനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ, ഈ ഡെക്കറേഷൻ ഐഡിയ എൻ്റെയാണ്. കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ഐഡിയ ആണ്. കുഞ്ഞിൻ്റെ ഓരോ മന്തിലെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് അതിങ്ങനെ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ തീമിൽ ഇടാം എന്നുള്ള എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ബർത്ത്ഡേ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം 12 മന്ത്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ഓരോ ഫോട്ടോയ്ക്ക് ഓരോ മെമ്മറി ഉണ്ട് കേട്ടോ. ആ ഫോട്ടോസ് കാണുമ്പോഴൊക്കെ നമ്മളുടെ ആ മൊമെൻറ്റിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് കടന്നു പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഇമോഷണൽ ഒരു മൊമെൻ്റാണ് കേട്ടോ ഇത്. പിന്നെ ബർത്ത്ഡേ കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഇഷ്ടംപോലെ ഡിസൈൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഒത്തിരി അലമ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ മുകളിൽ വെച്ച് കുളമാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മിനിമലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞിനോട് കൊടുക്കേണ്ട കേക്കാണല്ലോ, ഒത്തിരി കളറും കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ലൈറ്റ് കളേഴ്സാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി കാര്യങ്ങളൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല, ചെറിയ ചെറിയ ക്യൂട്ട് കാര്യങ്ങളൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 കേക്ക് വെക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഏട്ടൻ ഇല്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ വെച്ചില്ല. കാരണം ഏട്ടൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെയാണല്ലോ. പിന്നെ ഇത് നമ്മളുടെ കെക്സിക്കിൾസ്. ഇത് വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിൻ്റെ പേരിൻ്റെ ലെറ്റേഴ്സാണ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അധികം ഷുഗർ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർക്കും കഴിക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കപ്പ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കപ്പ് കേക്കും എനിക്ക് പക്ഷെ കഴിക്കാൻ കിട്ടിയില്ല, പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നുക്കുട്ടൻ അന്നേ ദിവസം ഭയങ്കരമായിട്ട് ഗ്ലൂമി ആയിട്ടായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല പൊന്നുക്കുട്ടന്. എന്താണെന്നറിയില്ല, രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോഴാണെങ്കിലും അത്ര വലിയ സന്തോഷമൊന്നും കണ്ടില്ല. പക്ഷേ ചാച്ചൂരോടൊക്കെ കുറേ കളിച്ചും ചിരിച്ചും നടപ്പുണ്ടായിരുന്നു. പക്ഷേ ഫംഗ്ഷൻ്റെ സമയമായപ്പോഴേക്കും ഭയങ്കരമായിട്ട് വാശി കാണിക്കാൻ തുടങ്ങി. കുഞ്ഞിനെ ഡ്രസ്സ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, കണ്ണെഴുതാനോ ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആക്ച്വലി സ്റ്റുഡിയോക്കാർ വന്ന സമയത്ത് ഞാൻ കുഞ്ഞിനെ റെഡിയാക്കാതെ ഞാനങ്ങ് റെഡിയാവാൻ കയറി. കാരണം കുഞ്ഞിനെ ഇപ്പോഴേ മുഷിപ്പിക്കണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ റെഡിയാക്കാമല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ പൊന്നുക്കുട്ടൻ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഡ്രസ്സ് ഇടാൻ സമ്മതിക്കുന്നില്ല, ആകെപ്പാടെ കരച്ചില് പിടിച്ചില് ബഹളം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനങ്ങ് റെഡിയായിട്ട് മാറി നിൽക്കാം, എന്നിട്ട് കുഞ്ഞിനെ പിന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. സ്റ്റുഡിയോക്കാർ വന്നിട്ട് കുഞ്ഞിൻ്റെ സിംഗിൾസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പം എന്നപ്പം ഞാൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞ് സമ്മതിക്കണില്ല, ഒട്ടും സമ്മതിക്കണില്ല. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് കുഞ്ഞിനെ ഒന്ന് സെറ്റാക്കി. എന്നിട്ടും ഞാൻ ടോപ്പ്, നിങ്ങൾ പിക്ചറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുഞ്ഞിൻ്റെ ടോപ്പ് ബട്ടൺ ഇട്ടിട്ടില്ല. അത് കുഞ്ഞ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവനെ ഒത്തിരി മുഷിപ്പിക്കാതിരിക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഉള്ളത് വെച്ച് പോട്ടെ, എങ്ങനെയാണെന്ന് വെച്ചാൽ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ എന്തിരത്തി പിടിച്ചങ്ങ് റെഡിയായി. കാരണം ഞങ്ങളുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് 8 മണി 8:30 ആകുമ്പോഴത്തേക്കിന് ഫംഗ്ഷൻ എല്ലാം ക്ലോസ് ചെയ്യണം, ബാക്കി ഫുഡും പരിപാടിയല്ലേക്കേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ മനസ്സിലുണ്ടാകും കേട്ടോ. കാരണം പൊന്നിക്കുട്ടൻ 9 മണി 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊന്നിക്കുട്ടനെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, നല്ല ഉറക്കമായിരിക്കും വരുന്നത്. പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അപ്പം നമ്മൾ
സ്റ്റേജിൽ കയറിയപ്പോഴാണെങ്കിലും പൊന്നുകുട്ടനെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നില്ല. പിന്നെ ആകെ സന്തോഷം വന്നത് ആ പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ സൗണ്ട് സിസ്റ്റത്തിനകത്ത് എല്ലാം ഈവൻ മാനേജ്മെൻറ്റ് ടീമിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊന്നും ഇതൊന്നും നമ്മൾ എക്സ്ട്രാ പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ കുഞ്ഞ് നന്നായിട്ട് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ആകെ ഒരു ഹാപ്പിനെസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫേസിൽ അത് വന്നില്ലെങ്കിലും മെൻ്റലി ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് ഫീൽ ചെയ്തത് ഈ പാട്ടൊക്കെ കേട്ടപ്പോഴായിരുന്നു കേട്ടോ. കുഞ്ഞിനെ ചിരിപ്പിക്കാനൊക്കെ ഞങ്ങൾ മാക്സിമം നോക്കി, പക്ഷേ അങ്ങനെയൊന്നും ചിരി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ പൊന്നുകുട്ടന്. പൊന്നുകുട്ടനെ ഡെക്കറേഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പൊന്നുകുട്ടന് ആ ആനിമൽസിനെയൊക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അധികം അടുപ്പിച്ചില്ല. വൈകിട്ട് ഒരു 6 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ പൊന്നുകുട്ടനും ഞാനും കൂടെ ഈ നിൽപ്പ്. പൊന്നുകുട്ടൻ അത്രയും നേരം കോപ്പറേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല, പക്ഷെ പൊന്നുകുട്ടൻ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുടെ മുഖത്ത് ചിരി ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൽ ഏറ്റവും ഞാൻ മിസ് ചെയ്യുന്നത് ഏട്ടനെയാണ് കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ ബ്രദറാണ്. അഭിഷേക് ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് സങ്കടമൊക്കെ മറന്നു. എന്നാലും ഏട്ടയില്ലാത്തതിൻ്റെ ഒരു കുറവ് തന്നെയാണ്. ഇതെൻ്റെ ബ്രദറൊക്കെയാണ്, ബ്രദറും ഫിയാൻസിയാണ്. നമ്മളുടെ കേക്ക് കട്ടിങ്ങിൻ്റെ പോർഷനാണ് കേട്ടോ ഇത്. നമ്മുടെ ഫാമിലിയാണ്. ഇതെൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണ് ഞാൻ കാണുന്നത്. എൻ്റെ അമ്മ, പിന്നെ അച്ഛൻ, അമ്മ, പിന്നെ ഹസ്ബൻഡ് ബ്രദർ, പിന്നെ എൻ്റെ ബ്രദറാണ് കേട്ടോ. എൻ്റെ ഫാമിലിയാണിത്. നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു മൊമെൻ്റാണ് കേട്ടോ ഇത്. എൻ്റെ ഏട്ടൻ ഈ ഒരു ഫ്രെയിമിൽ വരേണ്ടതായിരുന്നു, പക്ഷേ എനിക്കിത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സെൻറ്റിമെൻ്റൽ ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, സിറ്റുവേഷൻസ് കാരണം വരാൻ പറ്റിയില്ല. കാരണം ഏട്ടൻ്റെ ബർത്ത്ഡേ ഇതേ ദിവസമാണ്, ജൂലൈ 3. അപ്പോൾ ഒരു എക്സ്ട്രാ കേക്ക് കൂടെ നമുക്ക് വെക്കേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് വെക്കാൻ പറ്റിയില്ല. കാരണം ഏട്ടനില്ലല്ലോ, പിന്നെ വെച്ചിട്ട് കാര്യമില്ല. അത് ഈ സൈഡിൽ ഇരിക്കുന്ന കേക്ക് ഉണ്ടല്ലോ, എൻ്റെ ബ്ലൂ ആർമിയിലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്ന അവരുടെ യൂട്യൂബ് ഫാമിലിയിലെ ബ്ലൂ ആർമിയിലെ ഫ്രണ്ട്സ് തന്നാണ് കേട്ടോ. അത് ഞാൻ ഈ സ്റ്റേജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ മിക്കി മൗസിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ആ ഷോർട്സിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെൻഷൻ ചെയ്ത് ഞാൻ ലോങ് വീഡിയോയും ചെയ്തിട്ടുണ്ട്. പൊന്നുകുട്ടൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പൊന്നുകുട്ടന് ചിരിക്കണം എന്നൊക്കെയുണ്ട്, പക്ഷേ പൊന്നുകുട്ടൻ ചിരിക്കൂല. ഈ ഫോട്ടോയ്ക്കകത്തൊക്കെ കാണാൻ കേട്ടോ. പല ഫോട്ടോസിലും നമ്മുടെ അഭിഷേകിനെ മിസ് ചെയ്തിട്ടുണ്ടാവും. അഭിഷേക് ആ സമയത്തുള്ള ഏട്ടനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ മിസ് ചെയ്യുന്നത്. പൊന്നുകുട്ടൻ ടയേർഡായിട്ട് തുടങ്ങി, പക്ഷേ ഞങ്ങൾ അതും ഇതുമൊക്കെ കാണിച്ച് പൊന്നുകുട്ടനെ എൻജോയ് ചെയ്യിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത്രയുള്ള ഞങ്ങളുടെ പൊന്നുകുട്ടൻ്റെ ബർത്ത്ഡേ സഫാരി കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.